വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ദോശമാവ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അല്ലെങ്കിൽ രാത്രിയിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചീസ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല, ചട്നിയോ ചമ്മന്തിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ദോശമാവ് തന്നെയാണ്. ഞാൻ കുറച്ച് ദോശമാവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ദോശ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മുടെ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് കനം കുറച്ച് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കാം. ആദ്യം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ ദോശയുടെ പുറത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും മുട്ട ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ സൈസിൽ കട്ട് ചെയ്തിട്ട് അത് നിറയെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് സവാള കട്ട് ചെയ്തതാണ്. അതും ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ പുറംഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ കുരുമുളക് പൊടി, കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. അപ്പോൾ ഞാനിവിടെ മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ പുറത്തേക്ക് ഇഷ്ടം പോലെ, നമ്മളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചീസൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുട്ടികളുടെ ഇഷ്ടം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചീസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചീസ് ദോശ ആയതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചമ്മന്തിയോ ചട്നിയോ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.